ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 6ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായിട്ടുള്ള ഒരു ഭിന്നം പല രൂപം, വൺ ഫ്രാക്ഷൻ ആൻഡ് വേരിയസ് ഫോം എന്ന ഭാഗമാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ മുന്നേ ഞാൻ 6ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ കയറി നോക്കുക, കാണാം. ഇനി നമുക്ക് 2ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 2ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് ഒരു ഭിന്നം പല രൂപം എന്നാണ്. ഭിന്നം ഫ്രാക്ഷൻ എന്താണ് നമുക്ക് ആദ്യം എന്ത് ചെയ്ത് നോക്കാം, ചർച്ച ചെയ്ത് നോക്കാം. ഫ്രാക്ഷൻ, എ ഫ്രാക്ഷൻ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എ പ്രോബ്ലം ഓർ പാർട്ട് ഓഫ് whole thing. A fraction has two parts named numerator and denominator, and the number on the top is called numerator and the number on the bottom is called denominator. ഒരു ഭിന്നസംഖ്യ മുഴുവൻ വസ്തുവിൻ്റെയും ഭാഗത്തെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ഭിന്നസംഖ്യയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, അംശവും ഛേദവും. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നമ്പർ ആ നമ്പറിനെ ഞാൻ 4/8 എന്ന് എഴുതി. ഇത് നമ്മൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ മുകളിലും താഴെയും എന്തുണ്ടാവും, ഓരോ നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് റെപ്രസെന്റ് ചെയ്യുക. മുകളിൽ കിടക്കുന്ന നമ്പർ അതിനെ അംശം അഥവാ ന്യൂമറേറ്റർ എന്നും, താഴെ കിടക്കുന്ന നമ്പർ ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുക. പഠിച്ചു വെക്കുക, മുകളിൽ കിടക്കുന്ന നമ്പർ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ, താഴെയുള്ള സംഖ്യ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്നാണ് പറയുക. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചിത്രത്തിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിന് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്, 2 ഭാഗം. ആ 2 ഭാഗത്തിലെ താഴ്ഭാഗമാണ് എന്തിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ഭിന്നരൂപം പറയുക, മൊത്തം എത്ര ഭാഗം അത് എവിടെ എഴുതും, ഡിനോമിനേറ്ററിലും. അതിൽ എത്ര ഭാഗം കളർ ചെയ്തു എന്ന് ന്യൂമറേറ്ററുമാണ് എഴുതുക. അപ്പം മൊത്തം എത്ര ഭാഗമുണ്ട്, 2. അതിൽ 1 ഭാഗമാണ് കളർ ചെയ്തിരിക്കുന്നത്, അപ്പൊ 2ൽ 1 ഭാഗം. അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചിത്രത്തെ 4 കഷ്ണങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട്. ആ 4 കഷ്ണങ്ങളാക്കി ഭാഗിച്ചതിൽ ടോട്ടൽ 4 താഴെ എഴുതുക. അതിൽ 1 ഭാഗമാണ് കളർ ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിന് എന്ത് ചെയ്യുക, മുകളിൽ 1 എഴുതുക. ഇനി മൂന്നാമത്തെ ചിത്രത്തില് 3 ഭാഗമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഭാഗങ്ങളാക്കുമ്പോൾ തുല്യ ഭാഗങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ള വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ മൊത്തം 3 ഭാഗം. ആ 3 ഭാഗത്തിൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്, 1 ഭാഗം. അപ്പൊ കളർ ചെയ്ത ഭാഗം മേലെ 1 കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം ഞാൻ പറയാം, അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഞാനൊരു സംഖ്യ 8/6 ഒരു 10 എന്നെഴുതി. ഇതിലെ ന്യൂമറേറ്റർ ഏതാ, ഡിനോമിനേറ്റർ ഏതാന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പറയാൻ പറ്റുമോ? ഏതാണ്, മേലത്തെ സംഖ്യ അല്ലെ, അതിനെന്താ പറയുക, അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. താഴെയുള്ള സംഖ്യ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്നാണ് പറയുക. ഇനി വേറൊരു സംഖ്യ പറയാം, 5/10. മുകളിലെ സംഖ്യ ന്യൂമറേറ്റർ അഥവാ അംശം, താഴെയുള്ള സംഖ്യ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്നാണ് പറയുക. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ആദ്യ പേജ് നമ്പർ 14 വരുന്ന കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ 24. ഒന്നാമത്തെ ചോദ്യം എന്താ പറയുന്നത് വെച്ചാൽ, ചോദ്യം വായിക്കാം. ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. 1/2 24 ഛേദമായ രൂപം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി ഇംഗ്ലീഷിൽ ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. അതായത് ഈ 1/2 എന്ന നമ്പറിനെ ഇതിൻ്റെ ന്യൂമറേറ്റർ ഛേദം ഛേദം പറഞ്ഞാൽ താഴെയുള്ള നമ്പർ, അതായത് ഡിനോമിനേറ്റർ എത്രയാക്കി മാറ്റി ചെയ്യണം, നമ്മൾ 24 ആക്കി മാറ്റി ചെയ്യാണ് വേണ്ടത്. 2 മറുപടി എത്രയാവണം, 24 ആവണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ എത്രയാണ് കിടക്കുന്നത്, 2. അപ്പോൾ ഈ
രണ്ടിൽ കൂടെ എത്ര ഗുണിച്ചാലാണ് എത്ര കിട്ടുക? 24 കിട്ടുക. നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അപ്പോൾ 2 കൂടെ എത്ര ഗുണിച്ചാലാണ്? അപ്പോൾ 1 × 2 2, 1 × 10 10, 2 × 10 20, 2 × 11 22. 2ന്റെ ഗുണനപ്പട്ടികയിൽ 2 വീതമാണ് കൂടി വരിക. അപ്പോൾ 2 × 11 അടുത്ത എത്ര? 12 ഗുണിച്ച് നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. സംശയം ഉണ്ടെങ്കിൽ 12 × 2 2 2 4 1 2 2 24 കിട്ടിയില്ലേ? അപ്പോൾ ഈ 2 കൂടെ എത്ര ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്? 12 ഗുണിച്ചപ്പോൾ. അപ്പോൾ 1/2നെ ഛേദം ഡിനോമിനേറ്റർ 24 ആക്കി മാറ്റുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ ഏത് സംഖ്യയായിട്ടാണോ ഗുണിക്കുന്നത് അതിനെ ന്യൂമറേറ്ററിലും ഗുണിക്കണം. അപ്പോൾ 2 × 12, അപ്പോൾ 12 അല്ലേ ഗുണിച്ചത്? അപ്പോൾ 12 എവിടെയും ഗുണിക്കുക? മേലും ഗുണിക്കുക. എളുപ്പമല്ലേ? ഈക്വൽ ടു 1 × 12 12 ബൈ 2 × 12 24. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിലെ ഫസ്റ്റ് പാർട്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1/2ന്റെ 24 അംശമായ രൂപം. അപ്പോൾ 1/2 അംശം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം, ന്യൂമറേറ്റർ. ഇതെത്രയാവണം? 24 ആയി മാറണം. ഒന്നുകൂടെ എത്ര ഗുണിച്ചാൽ 24 കിട്ടുക? 24 ഗുണിച്ചാൽ മതി. അപ്പോൾ 1/2 അതുപോലെ എഴുതി ഇൻറ്റു 24. മുകളിൽ ചെയ്യുമ്പോൾ എവിടെയും ചെയ്യുക? താഴെയും ചെയ്യുക. അപ്പോൾ 1 × 24 24 ബൈ 24 × 2 24 × 2 2 × 4 8, 2 × 4 2 × 2 4. പുത്ര എത്ര കിട്ടി? 48. 24/48 ആണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം 1/3ന്റെ 24 ഛേദമായ രൂപം. 1/3 ഛേദം താഴെ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. അത് എത്രയാവണം? 24 ആവണം. അപ്പൊ 3 കൂടെ എത്ര ഗുണിച്ചാലാണ് 24 കിട്ടുക? 3 കൂടെ 24 കിട്ടണമെങ്കിൽ 3 ഗുണപ്പട്ടയെ ചൊല്ലി നോക്കുക ആദ്യം. 3 × 8 24. അപ്പോൾ 1/3നെ 24 ആക്കണം. അപ്പോൾ താഴെയും മേലെയും 8 കൊണ്ട് തന്നെ ഗുണിക്കുക. സമം 1 × 8 8 ബൈ 3 × 8 24. 8/24 ആണ്. ഛേദം 24 ആയി മാറ്റി എഴുതുമ്പോൾ. നാലാമത്തെ ചോദ്യം 1/3ന്റെ 24 അംശമായ രൂപം. 1/3 അംശം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം 24 കിട്ടണം. സമം. അപ്പോൾ 24 കിട്ടണമെങ്കിൽ 1 കൂടെ 24 ഗുണിച്ച് 24 കിട്ടി. അപ്പോൾ 1/3 മേലും താഴെയും എത്ര ഗുണിക്കുക? 24 ആയിട്ട് ഗുണിക്കുക. 1 × 24 24 ബൈ 3 × 24 ഗുണിച്ച് നോക്കുക. 24 × 3 4 × 3 12 2 ശിഷ്ടം 1 2 3 6 1 7. 24/72 ആണ് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം 1/4ന്റെ 100 അംശമായ രൂപം. 1/4 അംശം മുകൾ ഭാഗം അല്ലേ? 1 കൂടെ എത്ര ഗുണിച്ചാലാണ് 100 കിട്ടുക? 1 × 100 100. അംശം ചെയ്യുമ്പോൾ ഛേദവും ഗുണിക്കുക. 1/4 മേലും താഴെയും 100 കൊണ്ട് ഗുണിക്കുക. സമം 1 × 100 100 ബൈ 4 × 100 400. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ വരുന്ന 5 ചോദ്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ. റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോം ഓഫ് 1/4. ഇനി അത് കണ്ടുപിടിക്കാൻ ഒന്നാമത്തത് 1/4 തുല്യമായിട്ട് വരുന്ന വേറെ 3 രൂപങ്ങളാണ് വേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് 1/4 ആ 1/4നെ എത്രയായിട്ട് ഗുണിക്കുക? ആദ്യം 2 ആയിട്ട് ഗുണിക്കുക. അപ്പോൾ 1 × 2 ബൈ 4 × 2 സമം 1 × 2 2 ബൈ 4 × 2 8. അപ്പോൾ ഇതൊരു രൂപം. 2 × 4 8. ഇനി രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ 1/4നെ ഇപ്പോൾ 2 കൊണ്ട് ഗുണിച്ചു. ഇനി എത്ര കൊണ്ട് ഗുണിക്കുക? 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 1 × 3
ബൈ 4 ഇൻറ്റു 3. 1 ഇൻറ്റു 3 3, 4 ഇൻറ്റു 3 12. രണ്ടാമത്തെ രൂപം. ഇനി മൂന്നാമത്തെ രൂപം 1/4 സമം, ഇപ്പം 3 കൊണ്ട് ഗുണിച്ച് ഇനി അടുത്ത് എത്രയായിട്ട് ഗുണിക്കുക? 4 ആയിട്ട് ഗുണിക്കുക. 1 ഇൻറ്റു 4 ബൈ, ഇവിടെ 4 ഓൾറെഡി ഉണ്ട്, ഒരു 4 ഗുണിക്കുക. 1 ഇൻറ്റു 4 4 ബൈ 4 ഇൻറ്റു 4 16. 3 രൂപങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് ഉത്തരം എടുത്ത് എഴുതാം. 1/4 2/8 തുല്യമായിട്ട് വരുന്നു. ഒരെണ്ണം. രണ്ടാമത്തത് 1/4 സമം 3/12. അടുത്തത് 1/4 സമം 4/16. നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 4 ഗുണിച്ച് വേറെ സംഖ്യ എടുക്കാം. 5 ഗുണിച്ച് നോക്കാം. 6 7 എന്ത് ചെയ്താം ഗുണിച്ചാലും നമുക്ക് വ്യത്യസ്ത രൂപങ്ങൾ എന്ത് ചെയ്യും കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന സംഖ്യാ ജോഡികളുടെ ഒരേ ഛേദമുള്ള 3 രൂപങ്ങൾ കണക്കാക്കുക. ഫൈൻഡ് 3 equivalent fractions with same denominator for the following pairs. ഒന്നാമത്തെ ജോഡി 1/2 1/3, രണ്ടാമത്തെ ജോഡി 1/2 1/4, മൂന്നാമത്തെ ജോഡി 1/3 1/4. ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് എഴുതാം. ഒന്നാമത്തെ ചോദ്യം 1/2, 1/3. ഇതിന് നമുക്ക് എന്താണ് വേണ്ടത്? ഇതിന് തുല്യമായി വരുന്ന ഡിനോമിനേറ്റർ, ഛേദം തുല്യമായി വരുന്ന 3 ജോഡികൾ, ഇതേപോലത്തെ ജോഡികൾ വേറെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടിടത്തും ഒരേ ഛേദമാക്കണം. അത് ഛേദമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ 2 ഇവിടെ 3 ഒരേപോലെ ഛേദമാക്കുമ്പോൾ 2ൽ കൂടെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ചാൽ 3 കിട്ടുമോ നോക്കുക. ഇല്ല. 2ന്റെ ഗുണനപ്പട്ടികയിൽ 3 ഉണ്ടോ നോക്കിയാൽ മതി. ഇല്ല. 3ന്റെ ഗുണനപ്പട്ടികയിൽ 2 ഇല്ല. 2 സംഖ്യകളും പരസ്പരം പോകുന്നില്ല. അപ്പം എന്ത് ചെയ്യുക? 2ന്റെ ഗുണിതങ്ങൾ 2 3 ആവുന്നതില്ല. 3ന്റെ ഗുണനപ്പട്ടികയിൽ 2 ഇല്ല. അപ്പം 2 സംഖ്യയുടെയും ഗുണനപ്പട്ടികൾ എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് ഒരുപോലെ വരുന്ന സംഖ്യ ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ആദ്യം 2ന്റെ ഗുണിതം നോക്കാം, അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ഓഫ് 2. അതുപോലെ 3ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ഓഫ് 3. ഗുണിതങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. 1 2 2, 2 2 4, 3 2 6, 4 2 8 എക്സെട്രാ പോവും. ഈ 3ന്റെ ഗുണിതം നോക്കുകയാണെങ്കിൽ 1 3 3, 2 3 6, 3 3 9, 4 3 12. അപ്പം എന്താ ചെയ്തത്? ഈ 2 ഗുണിതങ്ങളിലും 2ന്റെയും 3ന്റെയും ഗുണിതങ്ങളിൽ പോകുന്ന സെയിം സംഖ്യ ഏതാണുള്ളത്? 6 അല്ലേ? ഇവിടെ 2ന്റെ ഗുണിതത്തിൽ എങ്ങനെ 6 കിട്ടി? 3 ഇൻറ്റു 2 6. ഇവിടെയോ 6 എങ്ങനെ കിട്ടിയത്? 2 ഇൻറ്റു 3 6 അല്ലേ? 2 3 ഇൻറ്റു 2 6 കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ചോദ്യം ഒന്ന് എടുത്ത് എഴുതാം. 1/2, 1/3. ഇതിന് എത്രയാക്കണം? ഛേദം 3 ഒരേപോലെ വരുന്ന 3 ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 1/2 എടുത്തതിലത്തെ ഈ 1/2 എടുത്തു കഴിഞ്ഞിട്ട് ഈ 2ൽ കൂടെ എത്ര ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയത്? 3 ഗുണിച്ചപ്പോൾ. ആ 3നെ മേലെയും താഴെയും ഗുണിക്കുക. അതുപോലെ 1/3 എടുത്തു. 1/3 3 കൂടെ എത്ര ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയത്? 2. അപ്പം മേലെയും താഴെയും 2 ഗുണിക്കുക. 1 ഇൻറ്റു 3 3 ബൈ 2 ഇൻറ്റു 3 6. 1 ഇൻറ്റു 2 2, 3 ഇൻറ്റു 2 6. അപ്പോൾ ഒരു പെയർ കിട്ടി നമുക്ക്. ഒരു പെയറാണ് 3/6, 3/6, 3/6, 2/6. 3 ജോഡികൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജോഡിയായി. നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ ജോഡി ഉണ്ടായിരുന്നു. എത്രയായിരുന്നു? 3/6, 2/6. ഇതിനെ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഇരട്ടി 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കുക? 1 3/6ഉം 2/6 എത്രയായിട്ട് ഗുണിക്കുക? 2 ഗുണിക്കുക. 3/6നെ
മുകളിലും താഴെയും എത്രയായിട്ട് ഗുണിക്കുക? ആദ്യം 2 ഗുണിക്കുക. 3 × 2 6 ബൈ 6 × 2 12 ഒരെണ്ണായി. ഇനി 2/6 അതേപോലെ എത്രയായിട്ട് ആദ്യം ചെയ്യുക? ആദ്യത്തേന് 2 മേലും താഴെയും ഗുണിക്കുക. 2 × 2 4 6 × 2 12. രണ്ടാമത്തെ ജോഡി കിട്ടി. എത്രയാണ്? 6/12, 4/12. ഇപ്പോൾ 2 ജോഡി കിട്ടി. ഇനി നമുക്ക് ഒരു ജോഡിയും കൂടി വേണം. ഇപ്പം നമ്മൾ എത്രയായിട്ടാണ് ഗുണിച്ചത്? 2. ഇനി ഈ ജോഡിനെ എത്രയായിട്ട് ഗുണിക്കാം? 3 ഗുണിക്കാം. അപ്പോൾ 3/6 മേലും താഴെയും എത്രയായിട്ട് ഗുണിക്കുക? 3 ഗുണിക്കുക. 3 × 3 9 ബൈ 6 × 3 6 3 18. അടുത്തത് 2/6 3 ഗുണിക്കുക. മേലെയും താഴെയും ഗുണിക്കാൻ മറക്കരുത്. 2 × 3 6 3 × 6 18. മൂന്നാമത്തെ ജോഡിയും കിട്ടി. ഏതൊക്കെയാണ്? 9/18, 6/18. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ 3 ജോഡികൾ. രണ്ടാമത്തെ ചോദ്യം 1/2, 1/4. ഇതിന് തുല്യമായിട്ട് വരുന്ന അംശം ഛേദം തുല്യമായി വരുന്ന 3 ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത്. 1/2, 1/4. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ജോഡി കിട്ടാൻ 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 4 അല്ലെങ്കിൽ 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 2 ഉണ്ടോ നോക്കുക. അതായത് ഈ 2നെ പിടിച്ച് 4 ആക്കാൻ പറ്റും നോക്കുക. തിരിച്ചാലോചിക്കുക. 4നെ പിടിച്ച് 2 ആക്കണം. രണ്ടും ഛേദം എന്താവണം? സെയിം ആവണം. അപ്പോൾ 2ൻ്റെ ഗുണനപ്പട്ടികയിൽ എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും സെയിം ആക്കാൻ പറ്റും. എങ്ങനെ? ഈ 2ൽ കൂടെ 2 ഗുണിച്ചാൽ ഈ 4 കിട്ടും. അപ്പോൾ ഒരു ജോഡി കിട്ടും. എങ്ങനെ എഴുതുക? 1/2 എത്രയായിട്ട് ഗുണിച്ചാൽ മതി? 1/2 2 മേലെയും താഴെയും ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 1 × 2 2 ബൈ 2 × 2 4. ഇതിനെ ഗുണിക്കണോ? വേണ്ട. കാരണം എന്താ? ഈ 1/2 ഞാൻ മാറ്റി 1/4. അതിൽ നമ്മുടെ താഴ്ഭാഗം എത്രയാണ്? 4. അതുപോലെ വരുന്ന വേറെ ജോഡി ഉണ്ടാക്കി. എങ്ങനെ മാറ്റിയിട്ട്? 1/2 മാറ്റിയിട്ട്. ഇവിടെ ആലോചിക്കുക. 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 4 ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി ചെയ്തത്. അപ്പോൾ നമുക്കൊരു പേര് കിട്ടും. എത്രയാണ്? 2/4, 1/4. 2/4 1/4 എന്ന് കിട്ടും. ഇനി അടുത്ത ജോഡി കണ്ടുപിടിക്കാൻ ഈ ആദ്യം കിട്ടിയ ജോഡീനെ 2 ഗുണിക്കുക. 2/4 1/4. എങ്ങനെ ചെയ്യേണ്ടത്? എത്രയായിട്ട് ഗുണിക്കുക? 2 ഗുണിക്കുക. 2/4 എത്രയായിട്ട് മേലെയും താഴെയും 2 ഗുണിച്ചാൽ 2 × 2 4 ബൈ 4 × 2 8. ഇനി 1/4 മേലെയും താഴെയും 2 ഗുണിക്കുക. 1 × 2 2 ബൈ 4 × 2 8. അപ്പോൾ രണ്ടാമത്തെ ജോഡി കിട്ടി. 4/8, 2/8. ഇനി മൂന്നാമത്തെ ജോഡി കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ 2 ജോഡികൾ ഉണ്ടായിരുന്നു. ആദ്യം കിട്ടിയത് ഏതായിരുന്നു? 2/4, 1/4. അതിന് എത്രയായിട്ട് ഗുണിക്കുക? 3 ഗുണിക്കുക. ജോഡി ഏതായിരുന്നു? 2/4, 1/4. 2 ഗുണിച്ചു. എത്രയായിട്ട് ഗുണിക്കുക? 3. 2/4 മുകളിലും താഴെയും 3 ഗുണിച്ചാൽ 2 × 3 6, 3 × 4 12. അടുത്തത് 1/4 ഗുണിച്ചു കഴിഞ്ഞാൽ മേലും താഴെയും 3 ഗുണിച്ചാൽ 1 × 3 3, 4 × 3 12. മൂന്നാമത്തെ ജോഡി കിട്ടി. 6/12, 3/12. ഇതാണ് 3 ജോഡികൾ വരിക. മൂന്നാമത്തെ ചോദ്യം 1/3, 1/4. ഇനി നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യുക? 3ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി വെക്കുക. ആ 3ൻ്റെ ഗുണനപ്പട്ടികയിൽ 4 ഉണ്ടോ? ഇല്ല. 4ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കുക. 4ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ടോ? ഇല്ല. 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 3 ഇല്ല. അപ്പോൾ 2 സംഖ്യയും 2 ഗുണനപ്പട്ടികയിലും പോകുന്നില്ല. അപ്പോൾ ആദ്യം 3ൻ്റെ ഗുണിതം എഴുതുക. അതുപോലെ 4ൻ്റെ ഗുണിതം എഴുതുക. 1 3 3, 2 3 6, 3 3 9, 4 3 12 എക്സെട്ര. 4ൻ്റെ ഗുണിതം എഴുതുക. 1 4 4,
2 4 8, 3 4 12. എഴുതി വന്നപ്പോൾ എന്താ, 2 മൾട്ടിപ്ലിക്കേഷനിലും 12 എന്ന സംഖ്യ പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഈ 3നെയും 4 നമ്മൾ എത്ര ആക്കാനാണ് പോണത്? 12 ആക്കാൻ. 1/3 എടുത്തു. അതേപോലെ തന്നെ 1/4 എടുത്തു. 3 കൂടെ എത്ര ഗുണിച്ചാലാണ് 12 കിട്ടുക? 4 ഗുണിച്ച. മുകളിലും താഴെയും ഗുണിക്കുക. 1 4 4, 4 3 12. ഇനി ഈ ചോദ്യത്തിൽ മുകളിലും 4 കൂടെ എത്ര ഗുണിച്ചാലാണ് 12 കിട്ടുക? 3. മുകളിലും താഴെയും 3 കൊണ്ട് ഗുണിക്കുക. 1 3 3, 4 3 12. നമുക്ക് ഒന്നാമത്തെ ജോഡി കിട്ടി. എത്രയാണ്? 4/12, 3/12. ഒന്നാമത്തെ ജോഡി കിട്ടി. രണ്ടാമത്തെ ജോഡി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആദ്യം കിട്ടിയ ജോഡിനെ എത്രയിട്ട് ഗുണിക്കുക? 2 ആയിട്ട്. 4/12 മുകളിലും താഴെയും 2 ആയിട്ട് ഗുണിക്കുക. അതേപോലെ 3/12 മുകളിലും താഴെയും 2 ആയിട്ട് ഗുണിക്കുക. ആദ്യം കിട്ടിയ ജോഡിനെ. 4 × 2 8, 12 × 2 24. അടുത്തത് 3 × 2 6, 12 × 2 24. അപ്പോൾ രണ്ടാമത്തെ ജോഡി കിട്ടി. 8/24, 6/24. ഇനി മൂന്നാമത്തെ ജോഡി കണ്ടുപിടിക്കാൻ ഈ ജോഡിനെ എത്രയായിട്ട് ഗുണിക്കുക? 3 ആയിട്ട് ഗുണിക്കുക. 4/12 അതുപോലെ 3/12. ഇനി എത്രയായിട്ടാണ് ഗുണിക്കേണ്ടത്? 3 ആയിട്ട് ഗുണിക്കുക. മുകളിലും താഴെയും 3 ആയിട്ട് ഗുണിക്കുക. 4 × 3 12. ഇനി 12 × 3 ഗുണിച്ച് നോക്കുക. 12 × 3, 2 3 6, 1 3 3. അപ്പോൾ 12/36. ഇനി 3/12 മുകളിലും താഴെയും 3 ആയിട്ട് ഗുണിച്ചാൽ 3 × 3 9, 12 × 3 36. അടുത്ത ജോഡി കിട്ടി. 12/36, 9/36. ഇതാണ് മൂന്നാമത്തെ ജോഡി എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ 3 കണക്കുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം 1/3 10, 100, 1000 എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഛേദമായ രൂപമുണ്ടോ? കാരണം പറയുക. Does 1/3 have a form with a denominator like 10, 100, 1000, etc.? Give reason. 1/3 ഛേദം അല്ലെങ്കിൽ ഇതാണ് ഡിനോമിനേറ്റർ. ഛേദം ഡിനോമിനേറ്റർ 10, 100, 1000 ആയി വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഛേദം എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പം 3ന്റെ ഗുണിതങ്ങളാണ് വരിക. അപ്പം 3ന്റെ ഗുണിതങ്ങൾ എഴുതി നോക്കുക. മൾട്ടിപ്പിൾസ് ഓഫ് 3 ഏതാണ്? 3, 6, 9, 12, etc. ഇതിലെ 3ന്റെ ഗുണിതത്തിൽ 10 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഛേദം എന്തായിട്ട് വരില്ല? 10 ആയി വരില്ല. നമുക്ക് എഴുതാം. 10 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. 10 ഈസ് നോട്ട് എ ഡിനോമിനേറ്റർ ഓഫ് ഫ്രാക്ഷൻ 1/3. 3ന്റെ ഗുണിതമല്ല 10. അതുകൊണ്ട് 10 1/3ന്റെ ഛേദമാവില്ല. ഇനി നമുക്ക് എത്രയാവോ നോക്കണം? 100 ആവോ നോക്കണം. അപ്പോൾ അടുത്തൊന്ന് എഴുതി വെക്കുക. 3ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ഓഫ് 3 ഏതാ? 100 ആവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 90 വെച്ച് നോക്കുകയാണെങ്കിൽ 90, 3ന്റെ ഗുണിതം 3 വിധമാണ് കൂടി വരിക. 90, 93, ഇത്ര വരിക 96, 99, 102, etc. ഈ നമ്പേഴ്സ് ആണ് ഈ 1/3ന്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരിക. ഇതിൽ 100 ഉണ്ടോ? ഇല്ല. അപ്പോൾ 100 എന്തായി വരില്ല? ഛേദമായി വരില്ല. 100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. Therefore, 100 is not a denominator of
ഫ്രാക്ഷൻ 1/3. 100 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് 100 1/3ന്റെ ഛേദമാവില്ല. ഇനി ഇതുപോലെ 1000 നോക്കണം. 1000 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 900 പിടിക്കുകയാണെങ്കിൽ 990, 993, 996, 999, പിന്നെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 1002 1000 വരുന്നില്ല. അപ്പോൾ 1000 ഛേദമായിട്ട് വരില്ല. 1000 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ of 3. Therefore, 1000 is not a denominator of fraction 1/3. 1000 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് 1000 1/3ന്റെ ഛേദമാവില്ല. ഇതാണ് ആദ്യ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ. എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് കൃത്യമായിട്ട് കാണുക, നോട്ടുകൾ തയ്യാറാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് എന്ത് ചെയ്യാം? കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.